വയനാട്ടിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ച സംഭവത്തിൽ വനപാലകന് സസ്പെൻഷൻ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത്. പൊളിച്ച കുടിലുകൾക്ക് പകരം വനംവകുപ്പ് പുതിയ കുടിലുകൾ നിർമ്മിച്ചു തുടങ്ങി. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. ന്യൂസ് മലയാളം ഇംപാക്ട്. തിരുനെല്ലി കൊല്ലിമൂലയിൽ 16 വർഷമായി താമസിക്കുന്ന 3 ആദിവാസി കുടുംബങ്ങളുടെ കുടിലുകളാണ് വനം വകുപ്പ് അധികൃതർ പൊളിച്ചുമാറ്റിയത്. പകരം സംവിധാനം ഒരുക്കാതെ കുടിലുകൾ പൊളിച്ചതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം പോലുമില്ലാതെ ദുരിതത്തിലായി. കുടിലുകൾ പൊളിച്ചതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി ബേഗൂർ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. വീടില്ലാത്ത പാവപ്പെട്ട ആദിവാസികളെ ഇറക്കി വിടുക, ഇതാണോ ഇടതുപക്ഷ ഗവൺമെന്റ് സമീപനം? മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി ഈ പാവപ്പെട്ട ആദിവാസി സമൂഹം നിന്നു എന്നതാണ് അവരെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കുടിലുകൾ പൊളിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ നടപടി ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ലെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവും വ്യക്തമാക്കി. പാടില്ലാത്തൊരു കാര്യമാണല്ലോ, ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ. അതവര് അറിയാലോ, ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഇന്നലെ തന്നെ ഇടപെട്ടു, വനമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ 2 നടപടി. ഒന്ന്, ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായിട്ട് നടപടിയെടുക്കുന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സംഭവം വിവാദമായതോടെ ആദിവാസി കുടുംബങ്ങൾക്ക് വനം വകുപ്പ് ഡോർമെറ്ററിയിൽ താൽക്കാലിക താമസമൊരുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ KS അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പൊളിച്ച ആദിവാസി കുടിലുകൾക്ക് പകരം പുതിയ കുടിലുകൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കാൻ തുടങ്ങി. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ കുടുംബങ്ങൾക്ക് കൈമാറാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.